ഹായ് മക്കളെ, 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററായ റിയൽ നമ്പേഴ്സിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 6 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ പാഠഭാഗത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. HCF എന്ന് പറഞ്ഞാൽ എന്താണ്, LCM എന്ന് പറഞ്ഞാൽ എന്താണ്, HCFും LCMും തമ്മിലുള്ള ബന്ധം എന്താണ്. HCF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 18 എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ട് എന്ന് വിചാരിക്കുക. 18 എന്ന നമ്പറിന് 2, 3, 6, 9 എന്നിങ്ങനത്തെ ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഫാക്ടേഴ്സ് ആണെങ്കിലും ഇതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള 18ൻ്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് 9 ആണ്. അതുകൊണ്ട് ഇത് HCF ആയി മാറും. 18ൻ്റെ HCF ആയിട്ട് നമുക്ക് 9നെ കണക്കാക്കാം. LCM എന്ന് പറയുന്നത് 2 നമ്പർ, ഇപ്പോൾ 8ഉം 10ഉം എന്ന് പറയുന്ന 2 നമ്പർ ആണെങ്കിൽ 8ൻ്റെയും 10ൻ്റെയും ഏറ്റവും അടുത്ത് വരുന്ന മൾട്ടിപ്പിൾ ഏതാണ്? ഫോർ എക്സാമ്പിൾ 8ൻ്റെ നമ്പർ എഴുതുമ്പോൾ 8, 16, 24, 32, 40. അതേപോലെ 10ൻ്റെ എഴുതുമ്പോൾ 40 വരെ കിട്ടും. അപ്പോൾ 40 ആണ് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ളത്. 10, 20, 30, 40 എന്നിങ്ങനെ കുറേ നമ്പേഴ്സ് ഉണ്ടാവും. അതിന് 80 വരാം. 8ൻ്റെ മൾട്ടിപ്പിൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ 80 വരാം. പക്ഷേ അത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആവില്ല. പക്ഷേ 8ൻ്റെയും 10ൻ്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി. HCF LCM തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ HCFും LCMും ഇൻറ്റു ചെയ്താൽ നമുക്ക് 2 നമ്പറിൻ്റെ പ്രൊഡക്റ്റ് കിട്ടും. 2 നമ്പറിൻ്റെ പ്രൊഡക്റ്റ് കിട്ടും നമുക്ക് HCFും LCMും ഇൻറ്റു ചെയ്താൽ. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 140നെ പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് എന്ന രീതിയിൽ എങ്ങനെ എഴുതാൻ സാധിക്കും? അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് ആയി എഴുതണമെങ്കിൽ നമ്മൾ ആദ്യം ആ നമ്പറിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈം നമ്പറിനെ ഉപയോഗിച്ച് ആ നമ്പറിനെ ചെറുതാക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ 140 എന്ന് പറഞ്ഞ നമ്പറിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. അറ്റത്ത് 0 5 വന്നാൽ നമുക്ക് 5 കൊണ്ട് ചെയ്യാം. 0 വന്നിട്ടുണ്ടെങ്കിൽ 2 കൊണ്ടും ചെയ്യാം. ഞാനിവിടെ 5 കൊണ്ടാണ് ചെയ്യുന്നത്. 5 കൊണ്ട് ചെയ്യുമ്പോൾ 14 എത്ര പ്രാവശ്യം 5 പോവും? 14ൽ 2 പ്രാവശ്യമേ 5 പോവുള്ളൂ. പിന്നെ 10 വെച്ചിട്ട് 4 ബാക്കി ഉണ്ടാവും. സോ 14ൽ 2 പ്രാവശ്യം 5 പോകും. അപ്പോൾ ഇവിടെ 4 ബാക്കി വരും. ആ 4ഉം 0 കൂടെ അടുപ്പിച്ച് എഴുതി കൊടുക്കുക. സോ 40 എന്ന് കിട്ടും. ഇവിടെ ഫോർ എക്സാമ്പിൾ ഇപ്പം സാധാ രീതിയിൽ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 140ന് 14 എന്ന് പറഞ്ഞ ഫാക്ടർ 14 എന്ന് പറഞ്ഞ മൾട്ടിപ്പിൾ 5നില്ല. അതുകൊണ്ട് നമ്മൾ 10 എന്ന് പറഞ്ഞ ഫാക്ടർ എടുത്ത് ബാക്കി 4 അപ്പുറത്ത് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ 40ൽ എത്ര പ്രാവശ്യം പോകും? 5 8 പ്രാവശ്യം പോകും. സോ ഇത് നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 8 അറ്റത്ത് ഈവൺ നമ്പറാണ്, നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 2 എത്ര പ്രാവശ്യം പോകും? 28ൽ 14 പ്രാവശ്യം പോകും. 2ൽ 2 1 പ്രാവശ്യം പോകും. 2ൽ 8 4 പ്രാവശ്യം പോകും. 14 വേണമെങ്കിൽ നമുക്ക് 7 കൊണ്ടും ചെയ്യാം. 14 നമുക്ക് അറ്റത്ത് 4 ആയതുകൊണ്ട് നമുക്ക് 2 കൊണ്ട് ചെയ്യാം. സോ ഇവിടെ 7 എന്ന് പറഞ്ഞ് കിട്ടും. ഇത് നമ്മൾ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും എല്ലാം പഠിച്ച സംഭവം തന്നെയാണ്. അത് തന്നെയാണ് ഈ പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് എന്ന് പറയുന്നത്. സോ 140 എങ്ങനെ എഴുതാം? 140 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 7 എന്നുള്ള രീതിയിൽ എഴുതാം. പിന്നെ 2 ഇൻറ്റു 2 എന്താണ്? 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ എന്നും നമുക്ക് എഴുതി കൊടുത്തൂടെ? 2 സ്ക്വയർ എന്ന് എഴുതി കൊടുക്കാമല്ലോ. ഇൻറ്റു 5⁻1 എന്ന് എഴുതിയാലും 5 എന്ന് എഴുതിയാലും കണക്ക് തന്നെയാണ്. ദെൻ ഇൻറ്റു 7. സോ പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് എന്ന രീതിയിൽ എഴുതണമെങ്കിൽ 140നെ 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 7 എന്ന രീതിയിൽ എഴുതാം. 2 ഇൻറ്റു 2നെ നമുക്ക് 2 സ്ക്വയറിനാക്കി എഴുതാം. ഇൻറ്റു 5 ഇൻറ്റു 7 എന്നും എഴുതാം. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഫൈൻഡ് ദ LCM ആൻഡ് HCF ഓഫ് 72 and 120. ആദ്യം നമുക്ക് ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. 72നെയും 120നെയും നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. സോ 72നെ എങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റും? 72ന് അറ്റത്ത് 2 ഉണ്ടായതുകൊണ്ട് നമുക്ക് 2 കൊണ്ട് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 2 കൊണ്ട് ചെയ്യുമ്പോൾ 2 എത്ര പ്രാവശ്യം 7 പോകുമെന്ന് പറയാം? 3 പ്രാവശ്യം പോകും. 3 പ്രാവശ്യം പോകും. 1 ബാക്കി ഉണ്ടാവും. 1ഉം 2ഉം കൂടെ അടുപ്പിച്ച് എഴുതി കൊടുക്കും. 1ഉം 2ഉം കൂടെ അടുപ്പിച്ച് എഴുതുമ്പോൾ 12. 2ൽ എത്ര പ്രാവശ്യം പോകും? 6 പ്രാവശ്യം. സോ 36 എത്ര പ്രാവശ്യം പോകും? 2ൽ തന്നെ പോകും. 2ൽ 18 പ്രാവശ്യം പോകും. 18 എത്ര പ്രാവശ്യം പോകും? 2ൽ 9 പ്രാവശ്യം പോകും. 9 ഒരു ഓഡ് നമ്പർ ആയതുകൊണ്ട് 2ൽ പോവുകയില്ല. പക്ഷേങ്കിൽ 3ൻ്റെ മൾട്ടിപ്പിളാണ് 9 നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് 3ൽ പോകും. അത് 3ൽ 3 പ്രാവശ്യം പോകും. അപ്പോൾ നമുക്ക് 72 എന്ന് പറഞ്ഞാൽ എന്തായിട്ട് എഴുതി കൊടുക്കാം? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന രീതിയിൽ എഴുതി കൊടുക്കാം. 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന രീതിയിൽ നമുക്ക് 72നെ നമുക്ക് എഴുതി കൊടുക്കാം. 72നെ എഴുതി കൊടുക്കാം.
പിന്നെ നമുക്ക് ഇനി അടുത്ത കണ്ടുപിടിക്കാൻ പോകേണ്ട ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 120ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്ന രീതിയാണ്. 120ന് എങ്ങനെ നമുക്ക് ചെയ്യാം? അറ്റത്ത് 0 ഉണ്ട് എന്നാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ചെയ്യാം? 5 കൊണ്ട് ചെയ്യാം. 5 കൊണ്ട് സുഖമായിട്ട് ചെയ്യാം. 5 എത്ര പ്രാവശ്യം പോകും? 12. 5 2 പ്രാവശ്യം പോകും. ബാക്കി 2 ഉണ്ട്. 20 എത്ര പ്രാവശ്യം പോകും? 2ഉം 0 കൂടെ അടുപ്പിച്ച് വെച്ച് കൊടുക്കുക. ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. 20 എത്ര പ്രാവശ്യം പോകും? 20 5 4 പ്രാവശ്യം പോകും. മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. 24 ഏത് പ്രൈം നമ്പറിലാണ് പോവുക? 3ലും പോകാം, 2ലും പോകാം. സോ നമുക്ക് 2 കൊണ്ട് ചെയ്യാം. അപ്പം 24 എത്ര പ്രാവശ്യം പോകും? 12 പ്രാവശ്യം പോകും. 12 3ലും ചെയ്യാം. 3ൽ എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം പോകും. 4 എത്ര പ്രാവശ്യം പോകും? 2ൽ 2 പ്രാവശ്യം പോകും. അറ്റത്ത് പ്രൈം നമ്പർ വരുന്നവരെ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 5 എന്ന് കിട്ടും. അപ്പോൾ 72 പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് എന്ന രീതിയിൽ എഴുതുകയാണെങ്കിൽ ഇവിടെ 3 2 ഉണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ 2 ക്യൂബ് എന്ന് പറഞ്ഞ് എഴുതാം. ഇൻറ്റു ഇവിടെ 2 3 ഉണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ 3 സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതാം. 120ന് എങ്ങനെ എഴുതാം? 120നെ ഇവിടെ നമുക്ക് 2 ക്യൂബ് എന്നും 3 ഇൻറ്റു 5 എന്ന രീതിയിലും നമുക്ക് എഴുതാം. ഇനിയാണ് നമ്മൾ നോക്കേണ്ടത് HCF നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് 72 2 ക്യൂബ് ഇൻറ്റു 3 ക്യൂബ് എന്നും 3 സ്ക്വയർ എന്നും കിട്ടി. 120നെ 2 ക്യൂബ് ഇൻറ്റു 3/1 ഇൻറ്റു 5/1 എന്നും കിട്ടി. ഇവിടെ നമ്മൾ കോമൺ ഫാക്ടറാണ്, ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ്. ഇത് രണ്ടിലും കോമൺ ഉള്ള നമ്പർ നമ്മൾ പുറത്തെടുക്കുക. 72ലും 2/3 കോമൺ ഉണ്ട്, 120ലും 2/3 കോമൺ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് 2/3 പുറത്തെടുക്കാം. 72ൽ 5/1 ഇല്ലാത്തത് കൊണ്ട് 120ൽ 5/1 ഉണ്ട്, പക്ഷേ 72ൽ 5/1 ഇല്ല. അതുകൊണ്ട് 5 നമുക്ക് കോമൺ എടുക്കാൻ പറ്റില്ല. പക്ഷേ 72ൽ 3/2 ഉണ്ട്, 120ൽ 3/1 ഉണ്ട്. 3/2ഉം 3/1 നമുക്ക് 3/1 മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. കാരണം 3/2 എടുക്കാൻ പറ്റില്ല. കാരണം അപ്പുറത്തെ 120ൽ 3/2 ഇല്ല, 72ൽ 3/2 ഉണ്ട്. പക്ഷേ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് 3/1 ആണ്. അതുകൊണ്ട് രണ്ടിലും കോമൺ ആയിട്ടുള്ള നമ്പർ മാത്രം നമുക്ക് പുറത്തെടുത്താൽ 3/1 എന്നും കിട്ടും. അപ്പം 2 ക്യൂബ് എന്താണ്? 2 ഇൻറ്റു 2 ഇൻറ്റു 2 2 ഇൻറ്റു 2 4 ആണ്, 4 ഇൻറ്റു 8 ആണ്. ഇൻറ്റു 3/1 എന്ന് പറയുന്നത് എനി നമ്പർ റൈസ് ടു 1 വുഡ് ബി ദാറ്റ് സെയിം നമ്പർ. സോ 8 ഇൻറ്റു 3 വുഡ് ബി 24. അപ്പോൾ ഇതിൻ്റെ HCF നമുക്ക് കിട്ടിയിരിക്കുന്നു 24. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അതിൻ്റെ LCM കാണാം. LCM എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ LCM കാണുക? LCMൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 2 3 5 ഇതങ്ങ് ഡയറക്റ്റ് ആയിട്ട് ആദ്യം എഴുതി കൊടുക്കുക. ഇവിടെ എന്തെല്ലാമാണോ ഉള്ളത് അത് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് എഴുതി കൊടുക്കുക. പിന്നീട് നോക്കുക ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് LCM എന്ന് പറയുന്നത് HCFൽ നിന്നും വ്യത്യാസമുള്ളതാണ്. LCM എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. 72ലും 120ലും ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഏതാ? 2/3 ആണ്. അതുകൊണ്ട് 2/3 എഴുതി കൊടുക്കുക. 72ലും 120ലും ഹയസ്റ്റായി നിൽക്കുന്ന 3യുടെ പവർ എത്രയാണ്? 1 ആണോ 2 ആണോ? 1 ആണോ 2 ആണോ കൂടുതൽ? 1 ആണോ 2 ആണോ കൂടുതൽ? 2 ആണ് കൂടുതൽ. അതുകൊണ്ട് 2 ഇട്ട് കൊടുക്കുക. 5ന് ആകെയുള്ളത് 5/1 ആണ്. അപ്പോൾ നമ്മൾ LCM എന്ന് പറയുന്നത് 2/3 എത്രയാണ്? 2/3 എന്ന് വെച്ചാൽ 8 ആണ്. ഇൻറ്റു 3/2 എന്ന് പറഞ്ഞാൽ 9 ആണ്. ഇൻറ്റു 5. അപ്പോൾ 72 ഇൻറ്റു 5 എന്ന് കിട്ടും. വാട്ട് ഈസ് 72 ഇൻറ്റു 5? 72 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു 5 10 ആണ്, 0 1 ക്യാരി. 7 ഇൻറ്റു 5 35 ആണ്, 35 + 1 36 ആണ്. So 360 would be the LCM of this number and 24 would be the HCF of this number. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫൈൻഡ് ദ LCM ആൻഡ് HCF ഓഫ് 26 and 91 and verify LCM into HCF is equal to product of two numbers. ഇതിൽ പറയുന്നത് എന്താ? 26ൻ്റെയും 91ൻ്റെയും LCM HCF കണ്ടുപിടിക്കുക. പിന്നെ 26 ഇൻറ്റു 91 ചെയ്യുമ്പോഴും LCM നമുക്ക് എന്താണോ കിട്ടിയ LCM എന്താണോ കിട്ടുന്ന HCF അത് രണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ സെയിം ആയിട്ടുള്ള ആൻസർ ആണോ കിട്ടുന്നതെന്നാണ് നമുക്കിവിടെ ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 26 എന്ന് ഇവിടെ എഴുതാം, 91 എന്ന് നമുക്ക് ഇവിടെ എഴുതാം. അപ്പോൾ 26ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എങ്ങനെ ചെയ്യാം? 26ന് അറ്റത്ത് 6 ഉണ്ടായതുകൊണ്ട് നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 2 എത്ര പ്രാവശ്യം പോകും? 1 3. അതുകൊണ്ട് 13 ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് നമുക്ക് ഇനി ഫർദർ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 ഇൻറ്റു 13 എന്ന് കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ 91ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. 91 എങ്ങനെയാണ് 91ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നത്? 91 ഏതിൽ പോകും? 2ൽ എന്തായാലും പോകില്ല, അറ്റത്ത് ഓഡ് നമ്പറാണ്. 3ലും പോകില്ല, കാരണം ഡിജിറ്റിൻ്റെ സം 9 + 1 എന്ന് പറയുന്നത് 10 ആണ്. 5ലും പോകില്ല, അറ്റത്ത് 0 ഇല്ല. അപ്പോൾ 7ൽ പോകുക നമുക്ക് നോക്കാം. 7ൽ എത്ര പ്രാവശ്യം പോകും? 7ൽ
ഒരു പ്രാവശ്യം 7 പോയാൽ 21 പോകും 3. സോ നമുക്ക് കിട്ടി 7 × 13. 7 × 13 എന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 91ൻ്റെ പ്രൊഡക്റ്റും 91ൻ്റെ ഒരു ഇതും നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് HCF ഓഫ് ദിസ് നമ്പേഴ്സ്. HCF ആണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. HCF എങ്ങനെ കണ്ടുപിടിക്കുക? HCF ഓഫ് ദിസ് നമ്പർ എന്താണ്? HCF എന്താണ്? ഇവിടെ രണ്ടിടത്തും കോമൺ ഉള്ള സാധനം എന്ത് മാത്രമാണ്? 13 മാത്രമാണ്. 13⁻1 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. കോമൺ ആയിട്ടുള്ളതിൽ നിന്ന് 1 എടുക്കുക. 13 ആണ് അതിൻ്റെ HCF. LCM എന്തായിരിക്കും? LCM എന്ന് പറയുന്ന സമയത്ത് എല്ലാം എഴുതണം നമ്മൾ. 2ഉം എഴുതണം, 13ഉം എഴുതണം, 7ഉം എഴുതണം. ഇവിടെ 2ൻ്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 2 മാത്രമാണ്. 2⁻1 മാത്രമാണ്. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. 13ൻ്റെ ഹയസ്റ്റ് പവർ 13 മാത്രമാണ്. 7ൻ്റെ ഹയസ്റ്റ് പവർ 7 മാത്രമാണ്. സോ 2 × 13 × 7 എത്രയാണ്? 2 × 13 എന്ന് പറയുന്നത് 26 ആണ്. 26 × 7 എത്രയാണെന്ന് ചെയ്താൽ നമുക്ക് LCM കിട്ടും. LCM കിട്ടണം. സോ 26 × 7 എന്ന് ചെയ്യുന്ന സമയത്ത് 6 × 7 എത്രയാണ്? 42 ആണ്. 2 4 ക്യാരി. 2 × 7 എന്ന് പറഞ്ഞാൽ 14. 14 + 4 182. സോ LCM എന്ന് പറയുന്നത് 182 എന്ന് നമുക്ക് കിട്ടി. നമുക്ക് HCF 13 എന്നും LCM 182 എന്നും കിട്ടി. സോ നമുക്ക് ഇത് രണ്ടും ഇൻറ്റു ചെയ്യണം. 182 × 13 ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യണം. 3 × 2 എന്ന് പറഞ്ഞാൽ 6 ആണ്. 2 × 4 എന്ന് പറഞ്ഞാൽ 24 ആണ്. 2 ക്യാരി. 3 × 1 3 ആണ്. 3 2 5 ആണ്. ഇനി 2 × 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 8 × 1 എന്ന് പറഞ്ഞാൽ 8 ആണ്. 1 × 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. ബാക്കി എത്രയുണ്ട്? 6 6 3 1 ക്യാരി 2. ഇത് 2 3 6 6 എന്ന് പറഞ്ഞ് നമുക്ക് അതിൻ്റെ എത്ര കിട്ടും? ആൻസർ കിട്ടും. അപ്പോൾ LCM × HCF ചെയ്തപ്പോൾ നമുക്ക് എന്തായിട്ട് കിട്ടി? 2 3 6 6 എന്ന് കിട്ടി. 2 3 6 6. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഇനി നമുക്ക് ഈ രണ്ട് നമ്പറായ 26 91 തമ്മിലുള്ള പ്രൊഡക്റ്റ് നോക്കാം എങ്ങനെയാണ്. ഇത് ഇൻറ്റു ചെയ്യാനും ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് ഉണ്ട്. ഞാൻ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞിട്ട് ഇത് ഒരു ട്രിക്കും കൂടിയാണ്. സോ 26 × 91 നമ്മൾ ചെയ്യാൻ പാടില്ല. 91 പകരം 90 നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വിചാരിക്കും. 90 ചെയ്യുമ്പോഴും തന്നെ നമുക്ക് 9 എടുക്കാം. 9 കൊണ്ട് ഇൻറ്റു ചെയ്യാം. 9 എന്ന് വെച്ചാൽ 6 × 9 എന്ന് വെച്ചാൽ 4 ആണ്. 5 ക്യാരി 54 ആണ്. നമുക്കറിയാം, മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ അറിയാമല്ലോ. 2 × 8 എന്ന് പറഞ്ഞാൽ 18 ആണ്. 18ഉം 5ഉം 23 ആണ്. സോ 2 3 9 കൊണ്ടാണ് നമ്മൾ ഇൻറ്റു ചെയ്തത്. അപ്പോൾ 2 3 4 0 എന്ന് കിട്ടും. 90 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഒരു 0 കൂടെ അതിൻ്റെ അപ്പുറത്ത് ആഡ് ചെയ്യുക. പിന്നെ നമ്മളിവിടെ 90 കൊണ്ടാണ് ചെയ്തത്. 91 കൊണ്ടാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. ഇവിടെ 90 കൊണ്ടാണ് നമ്മൾ ചെയ്തത്. ഇനി അവിടെ ബാക്കി എന്തുണ്ടാകും? 90 കൊണ്ട് ചെയ്യുമ്പോൾ 91 90 മൈനസ് ചെയ്താൽ 1 ഉണ്ടാകും ബാക്കി. ആ 1ഉം 26 തമ്മിൽ ഇൻറ്റു ചെയ്യുക. 1 × 26 എന്ന് വെച്ചാൽ എത്ര? 26. സിമ്പിളല്ലേ? ഇത്രയും സിമ്പിളാണ്. ഇത്രയും സിമ്പിൾ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടായിരുന്നോ? എളുപ്പമല്ലേ? സിമ്പിളല്ലേ? സോ 0 + 6 എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും പ്ലസ് ചെയ്യുക. കഴിഞ്ഞ് ആൻസർ കിട്ടി. 6 4 + 2 6 3 2. സോ LCM × HCF ചെയ്തപ്പോഴും 2 3 6 6 കിട്ടി. നമ്മൾ ഈ രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് എടുത്തപ്പോഴും നമുക്ക് എന്ത് കിട്ടി? സെയിം ആയിട്ടുള്ള 2 3 6 6 കിട്ടി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഗിവൺ ദാറ്റ് HCF ഓഫ് 306 657 HCF എത്രയാണ്? 9 ആണ്. ഫൈൻഡ് ദ LCM. അതേ സംഭവം തന്നെ. HCF × LCM is equal to product of two numbers, product of A and B. അങ്ങനെ പറയാം. നമുക്കിങ്ങനെ A and B എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാമല്ലോ. അപ്പം HCF എത്രയാണ്? HCF ഇവിടെ തന്നിട്ടുണ്ട്. HCF 9 ആണ്. നമുക്കിവിടെ പറഞ്ഞത് LCM കണ്ടുപിടിക്കാനാണ്. സോ നമുക്കറിയാം HCF × LCM ആണ് എന്ത്? പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. 306 × 657 ആണ് പ്രൊഡക്റ്റ്. HCF എത്രയാണ്? 9 ആണ്. 9 ഇവിടെ എഴുതി കൊടുക്കുക. ഇൻറ്റു L is equal to 306 × 657. ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്ക് L കണ്ടുപിടിക്കണം. L is equal to 306 × 657 ഡിവൈഡഡ് ബൈ 9 എന്ന് കിട്ടും. നമ്മളിത് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ LCM കിട്ടും. അപ്പോൾ നമുക്ക് LCM കിട്ടുന്നുണ്ടോ? എങ്ങനെ LCM കിട്ടുക? ഇവിടെ ഇത് രണ്ടും എങ്ങനെയാണ് ഇൻറ്റു ചെയ്യുക? എങ്ങനെ ഡിവൈഡ് ചെയ്യുക? നമുക്ക് ഇത് 9ൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കണം. 9ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് എങ്ങനെ നോക്കുക? 306 9ൻ്റെ ഇതിലേതെങ്കിലും ഒന്ന് 9ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് എങ്ങനെ നോക്കുക? ഡിജിറ്റ് ഓഫ് ദ സം ഷുഡ് ബി സെയിം. അതാണ് 9ൻ്റെ ക്രൈറ്റീരിയ. 9 കൊണ്ട് ഡിവൈഡ് ആവണമെങ്കിൽ ഡിജിറ്റ് സമ്മ് 9 ആയിരിക്കണം. 3 + 6 9 ആണ്. നമുക്ക് ഇതിനെ തന്നെ ചെയ്യാം. 9ൽ എത്ര പ്രാവശ്യം പോകും? 1 പ്രാവശ്യം പോകും. 9ൽ 30 എത്ര പ്രാവശ്യം പോകും? 3 പ്രാവശ്യം പോകും. ബാക്കി എത്രയാണുള്ളത്? 3 ആണ് ബാക്കിയുള്ളത്. 27 ആണ്. 30 ആവാം. 3 കൂടെ വേണം. 36 എത്ര പ്രാവശ്യം പോകും? 34. 657നെ 34 കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. 657നെ 34 കൊണ്ട് ചെയ്താൽ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. സിമ്പിൾ.
7 4 എത്രയാണ് 28ആണ്, 8 2 ക്യാരി, 20ഉം 2 എത്ര 22ആണ്, 2 2 ക്യാരി, 24ഉം 2 എത്രയാണ് 26. നല്ല സ്പീഡ് ചെയ്യണം കാൽക്കുലേഷൻ. 7 × 2 എന്ന് പറഞ്ഞാൽ 21ആണ്, 1 2 ക്യാരി, 15 2 17 7 1 ക്യാരി, 18ഉം 1 എത്ര 19. അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും 8 3 3 1 ക്യാരി, 3ഉം 9 എത്രയാണ് 2 1 ക്യാരി 2 2 2 3 3 8 എന്ന് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. സിമ്പിൾ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ക്യാൻ ദ HCF ഓഫ് എ നമ്പർ ബി 15 ആൻഡ് LCM ബി 185? പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ചെയ്യാൻ സാധിക്കുമോ? HCF ഒരു നമ്പറിൻ്റെ HCF 15ഉം LCM 155 ആവാൻ സാധിക്കുമോ? ഇല്ലെങ്കിൽ ഇല്ല, എന്തുകൊണ്ട്? ആണെങ്കിലാണ്, എന്തുകൊണ്ട്? അത് നമ്മൾ ചെയ്യണം. എങ്ങനെ ചെയ്യുക? നമുക്കൊരു കാര്യം മനസ്സിലാക്കണടാ. അപ്പോൾ 185 എന്ന് പറയുന്ന നമ്പർ അല്ലെങ്കിൽ LCM, ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ LCM എന്ന് പറയുന്നത് HCFൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. LCM ഡിവൈഡ് ബൈ HCF എന്ന് പറയുമ്പോൾ റിമൈൻഡർ ഉണ്ടാവാൻ പാടില്ല. റിമൈൻഡർ ഷുഡ് ബി ഓൾവേസ് 0. ഇതായിരിക്കണം ഇതിൻ്റെ നിയമം. അപ്പോൾ നമുക്ക് 185നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. റിമൈൻഡർ 0 അല്ലാണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് ആൻസർ കിട്ടില്ല. അപ്പം 15ൽ 18 എത്ര പ്രാവശ്യം പോകും? 1 പ്രാവശ്യം പോകും. 3 കാര്യം ഉണ്ടാവും. 35ൽ എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യമേ പോകുകയുള്ളൂ. 15ൻ്റെ 2 30 അല്ലടാ. അപ്പോൾ റിമൈൻഡർ അവിടെ എത്രയായി? റിമൈൻഡർ = 5 ആയി. 0 ആണ് വേണ്ടത്. പക്ഷേങ്കിൽ ഇവിടെ റിമൈൻഡർ 5 ആണ് കിട്ടിയത്. അതുകൊണ്ട് ഇത് HCF ആകാൻ സാധ്യതയില്ല. കാരണം ഈ HCFും LCMവും ഒരു നമ്പറിൻ്റേതല്ല. കാരണം HCF ആൻഡ് LCM ഷുഡ് ബി ഡിവിസിബിൾ. LCM ഓഫ് എ നമ്പർ ഷുഡ് ബി ഡിവിസിബിൾ ബൈ HCF. അതാണ് റീസൺ. സോ നമുക്ക് ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് എഴുതേണ്ടത്? നോ എന്ന് പറഞ്ഞിട്ട് എഴുതണം. ക്യാൻ ദ HCF ഓഫ് എ നമ്പർ ബി 15 ആൻഡ് LCM ബി 185 എന്ന് പറഞ്ഞാൽ നോ എന്ന് പറഞ്ഞ് എഴുതണം. കാരണം എന്താണ്? കാരണം എന്ന് പറയുന്നത് LCM ഷുഡ് ബി എ മൾട്ടിപ്പിൾ ഓഫ് HCF. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതും ഈ വീഡിയോയിൽ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യനുമായ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. പ്രൂവ് √2 ഈസ് ഇറാഷണൽ. √2 ഒരു ഇറാഷണൽ നമ്പറാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ √2 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഇതൊരു കോൺട്രഡിക്ടറി തിയറമാണ്. കോൺട്രഡിക്ടറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ റാഷണൽ നമ്പറിനെ കൊണ്ടാണ് ആദ്യം അത് ചെയ്യേണ്ടത്. റാഷണൽ നമ്പർ എന്താണെന്നും നാച്ചുറൽ നമ്പർ എന്താണെന്നും ഞാൻ പറഞ്ഞുതരാം. നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് 1 മുതൽ 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് പോകുന്ന സീരീസാണ്. ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് 0 1 2 3 4 5 6 അങ്ങനെ പറയുന്ന നമ്പേഴ്സാണ് ഹോൾ നമ്പേഴ്സ്. ഇൻറ്റിജേഴ്സ് എന്ന് വെച്ചാൽ മൈനസ് വരുന്ന നമ്പേഴ്സും പ്ലസ് വരുന്ന നമ്പേഴ്സും എല്ലാം കൂടി ചേർന്നതാണ് ഇൻറ്റിജേഴ്സ്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ P/Q ഫോർമാറ്റിൽ എഴുതാൻ പറ്റുന്ന ഫ്രാക്ഷൻസ് 2/3 3/3 -2/3 എന്തായാലും അങ്ങനെ എഴുതാൻ സാധിക്കുന്നതാണ് റാഷണൽ നമ്പേഴ്സ്. പിന്നെ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് √2 √3 ഇങ്ങനെയെല്ലാം പറയുന്നതെല്ലാം ഇറാഷണൽ നമ്പേഴ്സാണ്. ഇതാണ് നമ്പറുകളുടെ ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ഇതെല്ലാം. സോ ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ആദ്യം എന്താക്കണം? √2 റാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. റാഷണൽ അല്ലെങ്കിൽ നമുക്കതറിയാലോ, റാഷണൽ അല്ലാത്തൊരു നമ്പർ റാഷണൽ ആയിരിക്കും. സപ്പോസ് √2 ഈസ് റാഷണൽ. സോ √2 നമുക്ക് P/Q ഫോർമാറ്റിൽ എഴുതാം. എന്തുകൊണ്ടാണ് ഇത് ഫ്രാക്ഷൻ ഫോമിലേക്ക് ആവുന്നത്? ഫ്രാക്ഷൻ ഫോം നമുക്ക് സാധാ ഫോമിലേക്ക് ആകാത്തത് എന്തുകൊണ്ടാണ്? അത് കോ പ്രൈം ആയതുകൊണ്ടാണ്. അതിൻ്റെ നമ്പേഴ്സ് ഒന്നെങ്കിൽ ഒന്നാണ് അല്ലെങ്കിൽ ആ നമ്പർ തന്നെയാണ്. കോ പ്രൈം എന്നാണ് പറയുന്നത്. സോ Pനെ ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ 2 ആണെന്ന് വിചാരിച്ചോ P. അപ്പോൾ അതിൻ്റെ നമ്പേഴ്സ് എന്ന് പറയുന്നത് 2 അല്ലെങ്കിൽ 1 ആവാനേ സാധ്യതയുള്ളൂ. 1 2 ആണ് അതിൻ്റെ ഫാക്ടേഴ്സ്. അതിൽ കൂടുതൽ ഫാക്ടേഴ്സ് അതിന് വരാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് Pയും Qയും പ്രൈം നമ്പേഴ്സ് ആണ്. അതിന് ഒന്നിലധികം ഫാക്ടേഴ്സ് വരാൻ പാടില്ല. എന്നാൽ അത് റാഷണൽ ആവില്ല. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പം ഇവിടെ എൻ്റെ ഒരു സൗകര്യത്തിന് അല്ലെങ്കിൽ നമുക്ക് ഒരു എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഈ ഭാഗം ലെറ്റ് സ്ക്വയറിംഗ് LHS ആൻഡ് RHSനും LHSനും സ്ക്വയർ ചെയ്യാം നമുക്ക്. അപ്പോൾ ഇവിടെ √2ൻ്റെ സ്ക്വയർ എന്താണ്? √2ൻ്റെ സ്ക്വയർ എന്താണ്? 2 ആണ്. Pൻ്റെ സ്ക്വയർ എന്നാൽ P സ്ക്വയർ Q സ്ക്വയർ ഇങ്ങനെ ആവുമല്ലോ. ഇനി നമുക്ക് Q സ്ക്വയറിന് അപ്പുറത്ത് കൊണ്ടുപോകാമല്ലോ നമുക്ക്. സോ P സ്ക്വയർ = Q സ്ക്വയർ. ഏത്? 2Q സ്ക്വയർ. 2Q സ്ക്വയർ ആണ് P സ്ക്വയറിൻ്റെ വാല്യൂ. സോ P സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? P സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 2 × Q സ്ക്വയർ ആണ്. ഇപ്പോൾ 2 × എനി നമ്പേഴ്സ് 2 × 5 എന്ന് പറഞ്ഞാൽ 10 ആണ് ആൻസർ കിട്ടുന്നത്. 10ഉം എന്താണ്? 2ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് Pൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2 × Q സ്ക്വയർ ആണ്. 2ൻ്റെ ഏത് മൾട്ടിപ്പിളും Pൻ്റെ ഒരു ഫാക്ടറാണ്.
അപ്പോൾ അതങ്ങനെ ആവാൻ സാധ്യതയില്ലല്ലോ. കാരണം പിന് ഒന്നെങ്കിൽ ആ നമ്പറോ അല്ലെങ്കിൽ ഒന്നോ മാത്രമാണ് സാധ്യത ആവാൻ പാടുള്ളൂ. ഒന്നോ അല്ലെങ്കിൽ ആ നമ്പർ മാത്രമാണ് അതിന് ഫാക്ടർ ആവാൻ സാധ്യത ആവാൻ പാടുള്ളൂ. പക്ഷേ ഇവിടെ 2 കൂടെ വന്നിട്ടുണ്ട്. സോ പി സ്ക്വയറിന് അങ്ങനെയാണെങ്കിൽ പിനും അങ്ങനെ തന്നെയായിരിക്കും. സോ പിൻ്റെയും ആൻസർ 2Q ആയിരിക്കും, അത് 2M ആയിരിക്കും. സോ ഇവിടെ നമുക്ക് എന്തായി പി ഒരു ഫാക്ടറാണ്, പി ഒരു കോപ്രൈം അല്ല എന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ക്യൂവിൻ്റെ നിർബന്ധമില്ല, ക്യൂ ഫാക്ടറാണോ ഇല്ലയാണോന്നും ഒരു നിർബന്ധമില്ല. ഇത് നമുക്ക് തിരിച്ചും ചെയ്യാം. Q = P/2 എന്ന് വരാമല്ലോ. Q = P/2 എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒരു നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ ആ നമ്പറിൽ പൂർണ്ണമായിട്ടും പോകുന്നതുകൊണ്ടല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 10നെ 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ 10 പൂർണ്ണമായിട്ടും ഡിവിസിബിൾ ആയതുകൊണ്ടല്ലേ അത് സാധിക്കുക. അപ്പോൾ ക്യൂവും ഒരു കോപ്രൈം അല്ലാന്ന് നമുക്ക് മനസ്സിലായി. കോപ്രൈം എന്ന് വെച്ചാൽ ഇപ്പോൾ 13 എന്ന് പറഞ്ഞൊരു നമ്പർ ആണെങ്കിൽ 1ഉം 13ഉം മാത്രമേ ഇതിന് ഫാക്ടേഴ്സ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ പിനും ക്യൂവിനും 2 എന്ന് പറഞ്ഞ വേറൊരു ഫാക്ടറും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ദിസ് P and 2 ആർ നോട്ട് കോപ്രൈം. P, Q ആർ നോട്ട് കോപ്രൈം അല്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? പിയും ക്യൂവും കോപ്രൈം അല്ലാത്തത് കൊണ്ട് √2 ഇസ് നോട്ട്, ഇത് തന്നെ എഴുതി വെക്കണം കേട്ടോ, നോട്ട് റാഷണൽ അല്ലാന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. √2 റാഷണൽ അല്ലാന്ന് പ്രൂവ് ചെയ്തു. √2 റാഷണൽ അല്ലാന്ന് പ്രൂവ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിച്ചവിടെ? √2 റാഷണൽ അല്ലാത്തതുകൊണ്ട് √2 എന്തായി മാറും? √2 ഇസ് നോട്ട് റാഷണൽ ആണെങ്കിൽ √2 ഇസ് ഇറാഷണൽ. മനസ്സിലായില്ലേ? √2 റാഷണൽ അല്ലെങ്കിൽ എന്താവാനേ സാധ്യതയുള്ളൂ? ഇറാഷണൽ ആവാനേ സാധ്യതയുള്ളൂ. അപ്പോൾ ഈ ഒരു 6 ക്വസ്റ്റ്യൻസും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 6 ക്വസ്റ്റ്യൻസാണ് ഈ പാഠത്തിലുള്ള. ഈ 6 ക്വസ്റ്റ്യൻസും പഠിച്ചാൽ തന്നെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഈ 6 ക്വസ്റ്റ്യൻസിൻ്റെയും കോൺസെപ്റ്റ് നല്ല വൃത്തിയിൽ പഠിച്ചാൽ തന്നെ ഈ ഒരു പാഠത്തിൽ നിന്ന് ചോദിക്കുന്ന ഏതൊരു ചോദ്യവും നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.